സാറിന്റെ വിജയ പ്രതീക്ഷ എത്രത്തോളമാണ്? എന്തുകൊണ്ടാണ് സാറിന് അത്രമാത്രം വിജയ പ്രതീക്ഷ ഉള്ളത്? 2014 നിന്നും 2021 വന്നപ്പോൾ BJPക്ക് 10,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വർദ്ധിച്ച ഏക മണ്ഡലമാണ് ചാത്തന്നൂർ. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഈ നാട്ടുകാരനെ ഒരാൾ ഞാൻ മാത്രമാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഈ നിയമസഭാ മണ്ഡലത്തിൽ പുറത്തുള്ളവരാണ്. സ്വന്തം നാട്ടുകാരന് ഒരു വോട്ട്, അതിനകത്തൊരു രാഷ്ട്രീയമില്ല. എന്തൊക്കെയാണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് സാറിന് തോന്നുന്നത്? കയറും കശുവണ്ടിയും കൈത്തറിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളുടെ നാടായിരുന്നു. ഇന്ന് അതൊക്കെ ഇവിടെ വളരെ പരിമിതമായി മാറിയിരിക്കുന്നു. കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് അതിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പലതും. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട്. ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ് ഇവിടെ ഇപ്പോൾ ടൂറിസം മേഖല. ടൂറിസത്തിനൊക്കെ വളരെ പോപ്പുലർ സ്ഥലമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ മൊത്തം നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ടൂറിസം പദ്ധതിയും ഈ ചാത്തന്നൂർ മണ്ഡലത്തിൽ വന്നിട്ടില്ല. നിരന്തരമായ ആവശ്യമാണ് താലൂക്ക് രൂപീകരിക്കുക. ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി ഇപ്പോൾ ദയനീയമാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചാത്തന്നൂർ മണ്ഡലത്തിന് വേണ്ടി സാർ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 3 ജംഗ്ഷനുകളാണ് കൊട്ടിയം, ചാത്തന്നൂർ, പാരിപ്പള്ളി. ഇവിടുത്തെ ഫ്ലൈ ഓവറുകൾ എൻട്രൻസിനെ സംബന്ധിച്ച് ഒരു പൊതുജന കൂട്ടായ്മയിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ 3 ജംഗ്ഷനിലെയും അണ്ടർപാസിൻ്റെ നീളത്തിനും വീതിയിലും വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ 1 മാസത്തിനകം ഇപ്പോൾ ഈ അണ്ടർപാസിൽ വന്ന മാറ്റം പാർട്ടി ഇടപെട്ടതിൻ്റെ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന മാറ്റമാണ്. പുതിയ തലമുറ അധികം പേരും മോദിജി ഫാനാണ്. മോദിജി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പൊതുരംഗത്ത് അവർ ചിലപ്പോൾ സജീവമല്ലായിരിക്കാം, പക്ഷെ പൊതുരംഗത്തെ ഓരോ ചലനവും അവർ കൃത്യമായും പഠിക്കുന്നുണ്ട്. ആരാണ് നല്ല നേതാവ്, ആരാണ് നല്ല ഭരണാധികാരി. ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം, സുരക്ഷിതമായി 2 കപ്പൽ ഗ്യാസുമായിട്ട് കടലിലേക്ക് കടന്ന് ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ഇറാന്റെ കടുത്ത നിലപാടുകളിൽ ഇന്ത്യക്ക് മാത്രം ഈ സവിശേഷ ഇളവ് ലഭിക്കുന്നത്? ഒരു അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രം ഒരു യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുക, ഗൾഫ് രാഷ്ട്രങ്ങൾ മറുഭാഗത്ത് നിൽക്കുക, ഈ 2 ഇടയിലും ഒരേപോലെ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ വിശ്വാസം ആർജിക്കുക. Modi and I are 2 people that get things done, something that cannot be said for most. എന്നിട്ട് 2 ഭരണാധികാരികളും പറയുക മോദിജി ഇടപെടണം മധ്യസ്ഥനായിട്ട്, ഇതൊന്ന് വിഷയം ഒന്ന് പരിഹരിക്കപ്പെടണം. ഇതിനേക്കാൾ വലിയ അംഗീകാരമാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. NDAയുടെ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും BJPയുടെ തിരുവനന്തപുരം സോൺ പ്രസിഡന്റുമായ ശ്രീ BB ഗോപകുമാർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. വെൽക്കം. ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ സാർ അവർക്കൊക്കെ ഗോപൻ സാറാണ്. നാട്ടുകാർക്കൊക്കെ വളരെ സുപരിചിതനായ, വർഷങ്ങളായി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. അങ്ങനെ ഒരാൾ അധ്യാപനം ഒരു പ്രധാന കർമ്മ മേഖലയായിട്ട് എടുത്തിരുന്ന ഒരാൾ എപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് തിരിയാമെന്ന് തീരുമാനിക്കുന്നത്? വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. പിന്നീടാണ് അധ്യാപകനാവുന്നത്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികളുമായിട്ടും അവരുടെ രക്ഷകർത്താക്കളുമായിട്ടും എനിക്ക് എൻ്റെ നാട്ടുംപുറത്ത് ഒരു ബന്ധമുണ്ടായി. ആ ബന്ധമാണ് കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിലും അല്ലെങ്കിൽ രക്ഷകർത്താക്കളും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ഈ അധ്യാപകൻ സ്വയമായിട്ട് സാറെന്നാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം 19 വർഷത്തെ ഇവിടുത്തെ നാട്ടുപുറത്ത് അധ്യാപകനായിട്ടിരിക്കുമ്പോൾ. അതെ, പക്ഷെ അപ്പോഴും സാർ എപ്പോഴാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും തിരിയാമെന്ന് തീരുമാനിക്കുന്നത് റിട്ടയർമെന്റിനൊക്കെ ശേഷമാണോ? അല്ല. ഞാൻ 2016 ചാത്തന്നൂർ നിയമസഭ മത്സരിക്കുമ്പോൾ ഞാൻ ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനാണ്. കാരണം എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് മത്സരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധ്യാപകനാകുന്നതിന് മുമ്പ്, അധ്യാപകനായിരിക്കുമ്പോഴും അധ്യാപകനാകുന്നതിന് മുമ്പ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2016 മത്സരിക്കുമ്പോൾ ഞാൻ ഈ സ്കൂളിലെ പ്രഥമാധ്യാപകൻ്റെ ചുമതല വഹിച്ചതാണ്. അപ്പോൾ അന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് മത്സരിക്കാവുന്നതാണ് മത്സരിച്ചു. 2021 ഞാൻ 2ാമത് മത്സരിക്കുമ്പോഴും ഞാൻ ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനാണ്. ഇപ്പം 3ാമത് മത്സരിക്കുമ്പോഴാണ് വിരമിച്ചതിന് ശേഷം മത്സരിക്കുന്നത്. 2 തവണയും പ്രഥമാധ്യാപകരുടെ ചുമതല വഹിക്കുമ്പോൾ തന്നെയാണ് മത്സരിച്ച് 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. അത് ശരി. അല്ല, കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് അധ്യാപന രംഗത്തുള്ള ആളാണ്. 10,000-കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ സാറിന് ഉണ്ടാകുമെന്ന്
തികഞ്ഞ ആത്മവിശ്വാസമുണ്ടോ? തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എനിക്ക്. എൻ്റെ 2016 21 ഇപ്പോഴത്തെ യാത്രയിൽ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അവരെ രക്ഷകർത്താക്കൾ ഈ സ്വീകരണ സ്ഥലത്തൊന്നുമല്ല, മാറി നിന്ന് വന്ന് അവർ സ്വീകരിക്കാറുണ്ട്. സ്വീകരണ സ്ഥലത്ത് അവർ വരാറുണ്ട്. ഞാൻ പോകുന്നിടത്ത് കൈ കാണിച്ച് നിർത്തി. ഇപ്പം ഇത്രയും വർഷമായല്ലോ, എല്ലാ വിദ്യാർത്ഥികളെയും ഞാനിപ്പോൾ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അവരിങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് ഞാൻ ഇന്ന വർഷം ആ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് എന്ന് പരിചയപ്പെടുന്ന ഒരു വലിയ അനുഭവമുണ്ട്. അത് ഒരു അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരനുഭവം. അത് പൊതുരംഗത്തും കൂടി ആകുമ്പോൾ അതൊരു വലിയ അനുഭവമായിട്ട് മാറും. ആ വലിയൊരു പിന്തുണ, സഹകരണം അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായാലും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളായാലും അത്തരത്തിലൊരു പ്രചരണം അവർ തന്നെ നടത്തുന്നു. അവരെ കൂടെ അധ്യാപകനൊരു വോട്ട്. അതിനകത്ത് രാഷ്ട്രീയമല്ല, അവരെ വീട്ടിൽ കുടുംബത്തിന് രാഷ്ട്രീയം കാണും, അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയം കാണും. അവരതിനപ്പുറം അവരുടെ സ്വന്തം പഠിപ്പിച്ചൊരു അധ്യാപകനൊരു വോട്ട്. ഈ ഒരു രീതിയാണ് 16 21 ഇപ്പോഴത്തെ എൻ്റെ അനുഭവം തന്നെയാണ്. പലതവണ മത്സര രംഗത്തുണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ഓരോ തവണയും വോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാർ എന്ത് മാജിക്കാണ് അവലംബിച്ചത്? അത് എൻ്റെ മാജിക്കല്ല. ഒന്ന് ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനം നടത്തുന്നൊരു പ്രവർത്തനമുണ്ട്. ഇപ്പോൾ BJP NDA ആ സഖ്യത്തിൻ്റെ പ്രവർത്തനം നടത്തുന്ന താഴെത്തട്ടിൽ അല്ല, ഒരു വ്യക്തിക്ക് മാത്രം ഇത്ര വോട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായി രണ്ടാമത്തെ ഇപ്പുറത്തെ ഘടകങ്ങളുണ്ട്, ഞാൻ നിൽക്കുന്ന മറ്റു മേഖലകൾ, ഇതെല്ലാം കൂടി ചേർന്നാണ്. അതിന് പ്രധാനപ്പെട്ട എൻ്റെ മുഖ്യ ഘടകമെന്ന് പറയുന്നത് പാർട്ടി സഖ്യം NDA, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആണ്. ഈ 2 തവണ മത്സരിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-ാം തവണയും മത്സര രംഗത്തേക്ക് പരിഗണിക്കുമോ എന്നൊരു ചിന്ത സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു? എപ്പോഴും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമായി സ്ഥാനാർത്ഥിയാകുന്നു. അതിനപ്പുറം മറ്റൊരു ചിന്ത ഇല്ല. വ്യക്തിപരമായ താല്പര്യങ്ങളല്ല എടുക്കുന്നത്, പാർട്ടി എടുക്കുന്ന തീരുമാനം. 2016 അതുപോലെയായിരുന്നു. ആ തീരുമാനത്തിലാണ് പോകുന്നത്. എന്തൊക്കെയാണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് സാറിന് തോന്നുന്നത്? ചാത്തന്നൂരിൽ വ്യവസായ സ്ഥാപനം, ഇപ്പോൾ സ്പിന്നിംഗ് മില്ല്, ഒരു വ്യവസായ തൊഴിൽ സ്ഥാപനം, ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം, സാങ്കേതികമായി വേണമെങ്കിൽ പറയാം, പലപ്പോഴും കൂടി പ്രവർത്തിക്കുന്നു. ഒരു പ്രധാനപ്പെട്ടൊരു വ്യവസായ മേഖല പോലും ഇന്നിവിടെ തകർന്നിരിക്കുന്നു. കയറും കശുവണ്ടിയും കൈത്തറിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളുടെ നാടായിരുന്നു ഇത്. ഇന്ന് അതൊക്കെ ഇവിടെ വളരെ പരിമിതമായി മാറിയിരിക്കുന്നു. അപ്പോൾ തൊഴിൽ മേഖല, വ്യാവസായിക മേഖല, ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അത്തരം ഒരു പരിശ്രമമൊന്നും കാലാകാലങ്ങളായി ഇവിടെ ജനപ്രതിയായിരുന്നവർ ശ്രമിച്ചിട്ടില്ല. അവരെ മുന്നണി തന്നെ, അവരെ പാർട്ടി തന്നെ കേന്ദ്രത്തിൽ ഭരിച്ചപ്പോഴും അത്രയൊരു പരിശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വ്യവസായ മേഖലയിലും തൊഴിൽ മേഖലയിലും വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. അതിന് അനുയോജ്യമായ പദ്ധതികൾ നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കുന്ന അത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ഈ പറയുന്ന കണക്ക് തന്നെ വളരെ പരിതാപകരമായൊരവസ്ഥ. കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പലതും. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണം. കാരണം വിദ്യാഭ്യാസത്തിൽ അതിലെ നല്ലൊരു തലമുറ വളർന്നു വരേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ് നമ്മുടെ നാട്ടുപുറത്ത് അനുയോജ്യമായി മാറേണ്ടത് എന്നതിനെക്കുറിച്ച് ആ വിദ്യാർത്ഥി സമൂഹവുമായും രക്ഷകർത്താ സമൂഹവുമായും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ് ഇവിടെ ഇപ്പോൾ ടൂറിസം മേഖല. പ്രത്യേകിച്ച് കായൽ കടൽ തീരമുണ്ട്. പരവൂർ തെക്കുംഭാഗം മുതൽ ഏതാണ്ട് ഇരുവിപുരം വരെ നിൽക്കുന്ന ഈ നിയോജക മണ്ഡല അതിർത്തിയിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ, ഒരു സൗകര്യം ഇല്ലാന്നിട്ട്, ഒരു സൗകര്യം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടില്ല. എന്നിട്ട് പോലും ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ഏലകളിൽ ഈ പറഞ്ഞ മേഖലകളിൽ നിരവധി പേർ വരുന്നുണ്ട്. അത്രയധികം മനോഹരമായ ഇടമാണ്. തൊട്ടടുത്ത് ഇവിടെ നെടുങ്ങോലം, അവിടെ കണ്ടൽക്കാടുകൾ അടക്കമുണ്ട്. അവിടെ ഇപ്പോൾ സ്വയം സംരംഭകർ തുടങ്ങിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ തന്നെ നൂറുകണക്കിന് ആൾക്കാർ വരിക. അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് നല്ല സാധ്യതയും അവിടെ തന്നെ തൊഴിൽ സംരംഭങ്ങളും ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ആയാലും ജനപ്രതിയാകുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആയാലും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തെ, ഇപ്പോൾ വിദേശത്തുള്ളതും വരുന്നുണ്ട്, അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ചാത്തന്നൂരിൻ്റെ ഒരു നിരന്തരമായ ആവശ്യമാണ് താലൂക്ക് രൂപീകരിക്കുക. ഒപ്പം ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി ഇപ്പോൾ ദയനീയമാണ്. അതൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ ഉള്ള നിരവധി കാര്യങ്ങൾ, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു മതി. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഏറ്റെടുത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതി എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ. വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ രാഷ്ട്രീയമില്ല, അവർക്ക് അങ്ങനെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല. അങ്ങനെ ഒരു തോന്നല് വളരെ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ കേട്ടു. സാറിന് എന്താണ് തോന്നുന്നത്? വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം പോകുന്നുണ്ടോ? കാലഘട്ടം മാറി. പുതിയ തലമുറ അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിനാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ പഴയ ഒരു തലമുറയിൽപ്പെട്ടതുപോലെ അവർ പൊതുരംഗത്ത് അങ്ങനെ അത്ര കണ്ട് സജീവമല്ല. എന്നാൽ പൊതുരംഗത്ത് ആരൊക്കെയാണ് നല്ല ഭരണാധികാരികൾ, ആരൊക്കെയാണ് നല്ല വ്യക്തിത്വങ്ങൾ, ഇത് കൃത്യമായി യുവതലമുറ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടേതായ അഭിപ്രായം, ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നു, പുതിയ തലമുറ അധികം പേരും മോദിജി ഫാനാ. മോദിജി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് പൊതുരംഗത്ത് അവർ ചിലപ്പോൾ സജീവമല്ലായിരിക്കാം, പക്ഷേ പൊതുരംഗത്തെ ഓരോ ചലനവും അവർ കൃത്യമായും പഠിക്കുന്നുണ്ട്. ആരാണ് നല്ല നേതാവ്, ആരാണ് നല്ല ഭരണാധികാരി എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ആ തലമുറയെ പൊതുരംഗത്ത് കൂടി സജീവമാക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും നിലനിൽക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ചില പ്രവർത്തനങ്ങളെങ്കിലും നമ്മളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിക്കുമല്ലോ. അങ്ങനെ സാറിനെ പേഴ്സണലി ഭയങ്കരമായി ഇംപ്രസ് ചെയ്യിപ്പിച്ച ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാര്യം എന്തായിരുന്നു എന്ന് പറയാം? ഏറ്റവും അവസാനത്തെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം, സുരക്ഷിതമായി 2 കപ്പൽ ഗ്യാസുമായിട്ട് കടലിലേക്ക് കടന്ന് ഭാരതത്തിൽ വന്നു. അത് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രം ഒരു യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുക, ഗൾഫ് രാഷ്ട്രങ്ങൾ മറുഭാഗത്ത് നിൽക്കുക, ഈ 2 ഇടയിലും ഒരേപോലെ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ വിശ്വാസം ആർജിക്കുക. എന്നിട്ട് 2 ഭരണാധികാരികളും പറയുക മോദിജി ഇടപെടണം മധ്യസ്ഥനായിട്ട്, ഇതൊന്ന് വിഷയമൊന്ന് പരിഹരിക്കപ്പെടണം. ഇതിനേക്കാൾ വലിയ അംഗീകാരം വേണോ? അങ്ങനെ ഓരോന്നും മോദിജിയുടെ തുടക്കം മുതൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ നിലപാട് വരെ, പണ്ടൊക്കെ ഐക്യരാഷ്ട്രസഭയല്ലേ മധ്യസ്ഥം വഹിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയോ റഷ്യയോ ഒക്കെ ആയിരുന്നു മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് അവർക്ക് വിശ്വാസമുള്ളൊരു മധ്യസ്ഥനായിട്ട് ആര് മാറിയിരിക്കുന്നു? മോദിജി മാറിയിരിക്കുന്നു. അങ്ങനെ മോദിജിയുടെ ഏത് കാര്യം നോക്കിയാലും ഏതും മനസ്സിൽ കൊള്ളുന്ന കാര്യങ്ങളാണ്. ഞാൻ അവസാനത്തെ കാര്യം മാത്രം സൂചിപ്പിച്ചത് മാത്രം ആണ്. സാറ് ഒരുപാട് വർഷമായി രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ശ്രീ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റേത് രാഷ്ട്രീയ നേതാവിനെയാണ് സാറിന് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? പകരം മറ്റൊരാൾ വരുമ്പോഴാണല്ലോ, ആ പദവിയിലേക്ക് മറ്റൊരാൾ വരുമ്പോഴാണല്ലോ വിലയിരുത്തൽ കൂടുതൽ വരുന്നത്. BJPക്ക് അത് നിരവധി നേതാക്കന്മാരുണ്ട്, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ അമിത്ഷായുടെ പേരുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, അങ്ങനെ എത്രയോ പേർ. എല്ലാവരും എല്ലാ പദവിയിലും ഇരിക്കുവാൻ യോഗ്യതയുള്ളവരാണ്. അതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ളവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മേക്ക് ഇൻ ഇന്ത്യ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും വിദേശത്തേക്ക് പോകുന്നത് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലാണ് ഇനി ഏറ്റവും അധികം വികസനം വരുന്നത്, ഇന്ത്യയിൽ നിൽക്കേണ്ടതിൻ്റെയാണ് അനിവാര്യതയുള്ളത് എന്ന് പറയുന്നത്. ഇങ്ങനെ കുട്ടികൾ ഒരുപാട് പുറത്തേക്ക് പോകുന്നതായി സാറിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അധ്യാപകനാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിൻ്റെ അടുത്തേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ എത്തുമല്ലോ. വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അത് പഠനത്തിനായാലും തൊഴിലിനായാലും. പക്ഷേ ആ ചിന്താഗതിക്ക് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കുറവ് വന്നിട്ടുണ്ട്. കാര്യം സ്വയം സംരംഭം തുടങ്ങാനുള്ളതും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സ്വയം പര്യാപ്ത രാഷ്ട്രത്തിലേക്കാണല്ലോ പോകുന്നത്. 12 വർഷം കൊണ്ട് എല്ലാം മാറ്റിയെടുക്കാൻ പെട്ടെന്ന് പറ്റില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തൊഴിലിന് വേണ്ടിയും ഒരുപാട് പേർ വിദേശത്ത് പോകുന്നുണ്ട്. അവരെ തിരിച്ച് ഇവിടേക്ക് തന്നെ ആകർഷിക്കത്തക്ക തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ തൊഴിൽ വ്യാവസായിക സംരംഭങ്ങളിലേക്ക് ഇപ്പോൾ ഭാരതം മാറുകയാണ്, സ്വയം പര്യാപ്ത എന്ന രീതിയിലേക്ക് മാറുകയാണ്. പക്ഷേ സാറ് അപ്പോഴും എൻ്റെ ഒരു സംശയം വരട്ടെ, കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ കേൾക്കുന്നത് ഇപ്പോഴാണ് സ്റ്റഡി അബ്രോഡുകൾ ഇങ്ങനെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ അതിനകത്തുള്ളൊരു വാസ്തവം എന്താണ്? പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അവർക്ക് സാധ്യത എവിടെയാണെന്നാണ് അവർ നോക്കുന്നത്. ആ സാധ്യത നോക്കി പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ ആ സാധ്യത നോക്കി പോകുമ്പോഴും ഭാരതത്തിൽ നിന്നാലും അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് ഈ രാജ്യം മാറുന്നു എന്ന തിരിച്ചറിവ് പുതിയ തലമുറയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പദ്ധതികളിലേക്ക് തിരിച്ചു വന്നാൽ
വിദേശത്ത് ജീവിക്കുന്നതിന് പോലെ തന്നെ മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് ഇവിടെയും ജീവിക്കാം. അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യം മാറിയില്ല, 4ാമത്തെ സാമ്പത്തികത്തിലേക്ക് മാറാൻ പോകുന്നു. പുതിയ തലമുറ അത് നോക്കുമല്ലോ, തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാകും അല്ലേ? തിരിച്ചുവരവുണ്ടാവും. ആണ്. ചാത്തന്നൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ യുവാക്കളാണോ അതോ പ്രായമായവരാണോ, ഏത് രീതിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിലുള്ളത്? യുവാക്കൾ ആണ് കൂടുതലായിട്ട് ഉള്ളത്. അത് ശരി. അപ്പൊ ഇവരെല്ലാവർക്കും ഇവിടെ ജോലി കൊടുക്കാനുള്ള ഒരു പര്യാപ്തമായ ഒരു അവസ്ഥ ശരിക്കും ഈ മണ്ഡലത്തിനുണ്ടോ? ഈ മണ്ഡലത്തിന് അത്തരം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ്? അത് വ്യവസായശാലകളായാലും തൊഴിൽ സംരംഭങ്ങളായാലും ഒരു ഗവൺമെൻറ് എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാണ്. ഒരു വ്യക്തിയുടെ ആയാലും ഒരു കുടുംബത്തിൻ്റെ ആയാലും ഒരു സമൂഹത്തിൻ്റെ ആയാലും ഉന്നമനത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക. നമ്മുടെ ഒരു പൊതു കാഴ്ചപ്പാടെന്താണ്? സർക്കാർ ജോലി ഉണ്ടെങ്കിലേ സുരക്ഷിതമാകൂ എന്നുള്ളതാണ്. അവിടെ ആദ്യം മാറേണ്ടതാണ് ആ ചിന്താഗതിയാണ്. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംരംഭങ്ങളിൽ വന്നു കഴിയുമ്പോൾ തൊഴിൽ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടിനാണ്. അപ്പോൾ അവർക്ക് അവരുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് പോകാൻ പ്രയോജനം ചെയ്യുന്ന അത്തരം പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ ഒരു മേഖലയിൽ സാറിന്റെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? എന്തുകൊണ്ടാണ് സാറിന് അത്രമാത്രം വിജയപ്രതീക്ഷ ഉള്ളത്? 100% വിജയപ്രതീക്ഷ. 2016 നിന്നും 2021 വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിൻ്റെ വർധനവ്. BJPക്ക് 10,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വർദ്ധിച്ച ഏക മണ്ഡലമാണ് ചാത്തന്നൂർ. അടുത്തതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി വർധനവുണ്ടാവും. കാര്യം ജനങ്ങൾ കിട്ടുന്ന അറിവും. ഈ നിയമസഭ മണ്ഡലം, ഞാനൊരു പ്രാദേശികവാദമൊന്നും പറയല്ല, ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഈ നാട്ടുകാരനെ ഒരാൾ ഞാൻ മാത്രമാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ 2 തവണ 2ാം സ്ഥാനത്ത് വന്ന ഒരാൾ ഇത്തവണ ഇവിടെ നിന്ന് ജനപ്രതിയാകണം, സ്വന്തം നാട്ടുകാരന് ഒരു വോട്ട്, അതിനകത്തൊരു രാഷ്ട്രീയമില്ല. എൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കിട്ടുന്ന അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പ്രാദേശികവാദമൊന്നും പറയല്ല. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പിന്തുണയായിട്ട് മാറുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു മോഡി ഫാക്ടർ വർക്കൗട്ട് തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റിൽ. സുരേഷ് ഗോപിജിയുടെ വിജയമായാലും തൊട്ടപ്പുറത്ത് ആറ്റിങ്ങലായാൽ 10,000 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നേരത്തെ 2ാം സ്ഥാനം വന്നിട്ടുണ്ട്, എങ്കിലും അവിടെ 10,000 വോട്ട്. തൊട്ടപ്പുറത്ത് ആലപ്പുഴ, കൊല്ലം ലോക്സഭാ സീറ്റിൽ 65,000 വോട്ടിൻ്റെ വർധനമാണ് വന്നത്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ എല്ലാ നേട്ടങ്ങളും നമ്മുടെ എല്ലാ പ്രദേശത്തും എത്തണമെന്ന് മലയാളി ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ സുതാര്യവും സത്യസന്ധവും നീതിപൂർവവുമായ ഒരു ഭരണനിർവഹണം, അതിന് ലഭിക്കുന്ന വോട്ടുണ്ട്. പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിക്ക് കേരളം തയ്യാറെടുക്കുക. ശബരിമല വിഷയം അടക്കമുണ്ട്. ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ് LDF UDF എന്ന ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ അഴിമതിക്കും എല്ലാം സ്വജനപക്ഷപാതത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുന്നവരാണ്. ഇതിൽ രണ്ടിനും ബദലായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം കേരളത്തിൽ അധികാരത്തിൽ വരണം. ആ മാറ്റം ചാത്തന്നൂരിലും വളരെ പ്രകടമാണ്. ഇതെല്ലാം 100% വിജയപ്രതീക്ഷ നൽകുന്നതാണ്. മനസ്സിലായി. ഈ MLA ആയിട്ട് എത്തുകയാണെങ്കിൽ മുഴുവൻ സമയം ചാത്തന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. 100% ഉണ്ട്. പൂർണ്ണ സമയം ജനങ്ങൾക്ക് ആക്സസിബിൾ ആയ എപ്പോഴും കയറി വരാൻ പറ്റുന്ന ഒരു MLA ആയിട്ട് ഈ അത് ഇപ്പോഴും എൻ്റെ പൊതുരംഗം അങ്ങനെ തന്നെയാണ്. ആർക്കും തന്നെ എപ്പോഴും സമീപിക്കാം. ഒക്കുന്ന കാര്യങ്ങൾ ഇടപെടും ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഇപ്പോഴും ജനങ്ങളെ അംഗീകാരം തന്നെയാണ്. അത് MLA ആയാലും MLA ഒക്കെ ഏത് മേഖലയിൽ നിന്നാലും എപ്പോഴും സമീപിക്കാൻ കഴിയും. ആ തരത്തിലേക്ക് തന്നെയാണ് എൻ്റെ പൊതുപ്രവർത്തനം. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഒരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നേതാവായി കഴിഞ്ഞാൽ, ഒരു പദവിയിലിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം, അതുവഴി നമ്മുടെ ലൈഫൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സാറിൻ്റെ വീട്ടിലിരുന്ന് തന്നെയാണ്. വളരെ സാധാരണക്കാരനായി, വളരെ സാധാരണക്കാരൻ്റെ ഒരു വീടായിട്ട് ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പറച്ചിലുകൾ സാറ് കേട്ടിട്ടില്ലേ? രാഷ്ട്രീയത്തിലേക്ക് വന്ന് കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള അത് പൊതുരംഗത്ത് നിൽക്കുന്ന സ്വന്തം അനുഭവത്തിലല്ലേ അറിയാൻ പറ്റിയ എന്താണെന്ന്. അവിടെ നമ്മുടെ വരുമാനത്തിന്റെ പരിധിയിൽ നിന്ന് ജീവിക്കുക, പൊതുരംഗത്ത് നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയെ അല്ല.
അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ജോലി ഒരു പ്രൊഫഷണലായിട്ട് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണോ നല്ലത്? കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് മുഴുവൻ സമയം ഒരു ഉപജീവന മാർഗമായിട്ട് എടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പൊതുരംഗവും ഒരു പ്രൊഫഷണലിസം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണോ സാർ? അല്ല, ഇപ്പോൾ അമേരിക്കൻ സെനറ്റ് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം കൂടുന്നത്. കാര്യം അവർക്ക് അവിടുത്തെ സെനറ്റ് അംഗങ്ങൾക്ക് രാവിലെ അവർ ഏത് പ്രൊഫഷനാണോ ഉള്ളത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിയമനിർമ്മാണ സഭ, ഇത് രണ്ടും വരുമാനം വേണമല്ലോ ഏതൊരാൾക്കും. അതെ അതെ, അത് സത്യസന്ധമായ രീതിയിലുള്ള അത്തരം പ്രവർത്തനം കൂടി ചെയ്തിട്ട് പൊതുപ്രവർത്തനം രണ്ടും കൂടി യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ സാറേ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും? ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എൻ്റെ അനുഭവത്തിൽ പൊതുപ്രവർത്തനം അങ്ങനെ പറ്റില്ല. ഇല്ല. സാറിന് എന്താണ് ഇങ്ങനെ ഈ ഒരു പൊതുപ്രവർത്തനം ചെയ്യണമെന്ന് ചിന്തിപ്പിക്കാൻ, അതിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്? ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കണമെന്നൊരു തോന്നലുണ്ടായത് എവിടെ നിന്നാണ്? നമ്മുടെ ചുറ്റുപാടുള്ള ചില ജീവിതാനുഭവങ്ങളുണ്ട്, നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്. ആ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പൊതുപ്രവർത്തനാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തയാണ് നമ്മുടെ പൊതുപ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മളെ ഒരു ജനപ്രതിനിധി ആയാലും ഇല്ലെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചാത്തന്നൂർ മണ്ഡലത്തിന് വേണ്ടി സാർ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നാഷണൽ ഹൈവേയുടെ വികസനം. 3 പതിറ്റാണ്ടായി കേരളം ചർച്ച ചെയ്യുന്നതാണ് നാഷണൽ ഹൈവേ. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. കരട് DPR ഒക്കെ MLA-മാരുടെ എം പിമാരുടെ കയ്യിലൊക്കെ കൊടുത്തു. അവരാരും അതിനെക്കുറിച്ച് യാതൊരു പഠനവും നടത്തിയില്ല. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സമരങ്ങൾ നടക്കുന്നത് ചവറ മുതൽ കടമ്പാട്ട് കോണം വരെയാണ്. അതിലേറ്റവും കൂടുതൽ സമരം നടക്കുന്നത് ചാത്തന്നൂരുമായിരുന്നു. കരട് DPR-നെ സംബന്ധിച്ച് യാതൊരു ഭേദഗതിയും അവർ കൊടുത്തില്ല. അവർ പഠിച്ചില്ല, ജനപ്രതികൾ പഠിച്ചില്ല, കുറ്റമായിരിക്കത്തില്ല, അവർ പഠിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 3 ജംഗ്ഷനുകളാണ് കൊട്ടിയം, ചാത്തന്നൂർ, പാരിപ്പള്ളി. ഇവിടുത്തെ ഫ്ലൈ ഓവറുകൾ അതിൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ച് ഒരു പൊതുജന കൂട്ടായ്മയിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. പാസേജിനെ സംബന്ധിച്ച്, ആവശ്യത്തിന് അണ്ടർപാസ് വരുന്നില്ല സംബന്ധിച്ച്. ഈ ആവശ്യം മുൻനിർത്തി നമ്മൾ പാർട്ടി തന്നെ നേരിട്ട് ശ്രീ നിതിൻ ഗഡ്കരിക്ക് നിവേദനം, ഞാൻ നേരിട്ട് ഡൽഹിയിൽ പോയതാണ്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരൻ, അദ്ദേഹത്തെയും ഒരു ശുപാർശ ഉണ്ടായിരുന്നു. നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ 3 ജംഗ്ഷനിലെയും കൊട്ടിയത്തെയും ചാത്തന്നൂരത്തെയും പാരിപ്പള്ളിയിലെയും അണ്ടർപാസിൻ്റെ നീളത്തിനും വീതിയിലും വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തോട് ഒരു കാര്യമാണ് നമ്മൾ ആ നിവേദനത്തിൽ മുഖ്യമായി ആദ്യ പാരഗ്രാഫിൽ പറഞ്ഞത്. BJP 2ാം സ്ഥാനത്ത് വന്നൊരു നിയമസഭാ മണ്ഡലമാണ് നിയമസഭയിൽ. സ്വാഭാവികമായും ജനപ്രതിയെ പോലെ തന്നെ നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് അടിയന്തരമായി ROയ്ക്ക് നിർദ്ദേശം കൊടുത്ത് ഇതിനെ സംബന്ധിച്ച് പ്രോജക്റ്റിനെ സംബന്ധിച്ച് പുതിയ നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. 1 മാസത്തിനകം കൊട്ടിയത്തും പാരിപ്പള്ളിയിലും ചാത്തന്നൂരും ഇപ്പോൾ ഈ അണ്ടർപാസിൽ വന്ന മാറ്റം പാർട്ടി ഇടപെട്ടതിൻ്റെ നേരിട്ട് ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കണ്ട് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന മാറ്റമാണ്. പിന്നൊരു ജനകീയ സമരം വന്നത് തിരുമുക്കിൽ, ചാത്തന്നൂർ തിരുമുക്കിൽ ഒരു അണ്ടർപാസും കൂടെ വേണം. മൈലക്കാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് സഞ്ചരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തപ്പോൾ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം വന്നു. ഒരു കരട് DPR ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വലിയ മാറ്റം വരുത്തുക നിയമപരമായി സാങ്കേതികപരമായി ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഒരാവശ്യം മുൻനിർത്തി പറഞ്ഞപ്പോൾ അത് കൃത്യമായും അത്തരം കാര്യങ്ങളിലുള്ള ഒരു ഇടപെടൽ ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായുണ്ട്. അങ്ങനെ അത് മുതൽ താഴോട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങളൊന്നും ഇവിടുത്തെ MLA-മാരോട് പറഞ്ഞിട്ടില്ലേ? ഇവിടുത്തെ MLA-മാർ പറഞ്ഞു. ഇവരെല്ലാം ഈ ജനകീയ സമരത്തിൽ പോലും പങ്കെടുക്കുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ഡൽഹിയിൽ പോയി നിവേദനം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് വാർത്ത വന്നതിന് ശേഷമാണ് ഈ ഇവരെല്ലാം ജനപ്രതികളെല്ലാം ജനങ്ങൾ സംഘടിപ്പിച്ച സമരത്തിൽ പോലും പങ്കെടുത്തത്. അതിനുമുമ്പ് അവർ കാര്യം നടക്കുമോ നടക്കത്തില്ലെന്ന് അവർക്ക് നടക്കത്തില്ല എന്നാണ് അവരുടെ ധാരണ. നടക്കത്തില്ല എന്നുള്ള അവരുടെ ധാരണയായത് കാരണം അവരാ ജനകീയ സമരത്തിന് പങ്കെടുത്തില്ല. ഞാനതല്ല, പാർട്ടി അതല്ല ചെയ്തത്. ഞങ്ങൾ ആ ജനകീയ സമരത്തിൽ പങ്കെടുക്കുകയും ആ ജനയാവശ്യം മുൻനിർത്തിക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച് പരിഹാരത്തിന് വേണ്ടി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായപ്പോൾ സാറിന് 100% ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ കേന്ദ്ര ഗവൺമെന്റ് അത്തരമൊരു കാര്യത്തെ പരിഗണിക്കും, അതും ഇത്ര സീരിയസ് ആയി പരിഗണിക്കുമെന്ന്? വിശ്വാസം ഉണ്ടായിരുന്നു.
അതെന്തുകൊണ്ട് അത് നമ്മുടെ പാർട്ടി ആയതുകൊണ്ടാണ്? പാർട്ടി മാത്രമല്ല, ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. രണ്ട് നേരത്തെ പറഞ്ഞൊരു ഘടകം കൂടിയുണ്ട്. രണ്ടാമത് വന്ന ഒരു നിയമസഭാ മണ്ഡലം ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ആവശ്യമാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ പരിഗണനയാണ് മറ്റത്. പക്ഷേ അതിന് ഉത്തരവാദി ആരാ? ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്തില്ല, അതാണ് ഉത്തരവാദിത്വം. ഈ ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട് സാറിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സാറിൻ്റെ കഴിവിൻ്റെയും ആ ഡെഡിക്കേഷൻ്റെയും ഒക്കെ 100% നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാമെന്നുള്ളതാണോ സാർ നാട്ടുകാർക്ക് കൊടുക്കുന്ന, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്? അതെ, ആണ്. അവരോടൊപ്പം നിന്നുകൊണ്ട് 100% കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ആണ്. ജനങ്ങൾ എന്താണ് സാറിനോട് പറഞ്ഞത്? എല്ലാവരും ഒരുപാട് പേരെ ഇതിനോടകം നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരെല്ലാവരും സാറിനോട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു? വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. ചിലർ ഇന്നലെ ഞാൻ സ്വീകരണത്തിന് പോയപ്പോൾ പറഞ്ഞൊരു പ്രദേശത്ത് അവിടുത്തെ റോഡെല്ലാം പോയി കിടക്കുന്നു. ഗ്രാമീണ റോഡുകളാണ്, ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഒന്നും അല്ല. ആ ഗ്രാമീണ റോഡുകളുണ്ട്. അവർക്ക് കുടിവെള്ളം എത്താത്തതിൻ്റെ പ്രശ്നം പറഞ്ഞു. ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുക. ശരിയാണ്. കുടിവെള്ളത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അവരുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, തൊഴിൽ വ്യവസായശാലകൾ നിശ്ചലമായതിനെ സംബന്ധിച്ച് അത് പറഞ്ഞു. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ഇടപെടലും നടത്തണം. ഇന്ന് പോയപ്പോൾ ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. DA കുടിശ്ശിക ഇത്ര ശതമാനമായി ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് അതിനിടപെടുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവരുടെ പൊതു ആവശ്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഇടപെടുമോ? ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ. മനസ്സിലായി. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാറുണ്ട്. ചാത്തന്നൂർ മണ്ഡലത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനായ അധ്യാപകനാണ് ഗോപൻ സാർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ സ്നേഹം വോട്ടായിട്ട് സാറിലേക്ക് മാറട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വളരെ ഗംഭീരമായി പ്രചരണ പ്രവർത്തനങ്ങൾ തുടരട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.